പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മദർ ഹോമിൽ നിന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപയുടെ പുണ്യദിനങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ വചനം വ്യാഖ്യാനിക്കുവാനും പങ്കുവയ്ക്കുവാനും സാധിക്കുന്ന ഈ നല്ല ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദിയും സ്തുതിയും പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ വചനം പ്രസംഗിക്കുവാനും വചനം പങ്കുവയ്ക്കുവാനും നീ എന്നെ അനുഗ്രഹിക്കുന്നുവല്ലോ. ഇത് കേൾക്കുന്നവരെയും ഇത് കാണുന്നവരെയും തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവിടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ദൈവാത്മാവ് ഈ നിമിഷം കടന്നു വരുവാനായി തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. വചനം ഒന്നും കൂടെ ഓർക്കുക. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ഹല്ലേലൂയ. ലോകത്തോടുള്ള മൈത്രി എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ സുഖങ്ങളോടുള്ള താല്പര്യമാണ്. അതായത് ലോകത്തോട് മിത്രമാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മൈത്രി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവൻ ആരുടെ ശത്രുവാകുന്നു? അവൻ ദൈവത്തിന് ശത്രുവാകുന്നു. ലോകമെന്നൊരു യാഥാർത്ഥ്യം, ദൈവം എന്നൊരു യാഥാർത്ഥ്യം, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. ദൈവത്തിനു കൂടെ ചേർന്ന് നിൽക്കുന്നവൻ ലോകത്തിനടുത്ത് നിന്ന് മാറണം. ലോകത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ദൈവത്തിനടുത്ത് നിന്ന് മാറും. ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഓർക്കുക, ഒരു വടംവലി പോലെ കണക്കാക്കുക. വടം വലിക്കുമ്പോൾ 2 ടീം അപ്പുറം ഇപ്പുറം വലിക്കണം. നടുക്ക് നിൽക്കുന്ന ഒരടയാളമുണ്ട്. ഒരു റിബൺ കെട്ടിയിരിക്കായിരിക്കാം, ഒരടയാളം വെച്ചിരിക്കാം. ഈ അടയാളം ഒരു ടീമിൻ്റെ വശത്തേക്ക് പോയാൽ അതിനർത്ഥം മറ്റേ ടീം തോറ്റുന്നാം. മറ്റേ ടീം അത് വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ആ ടീം തോറ്റു വന്നാം. അതായത് ഏതെങ്കിലും ഒരു ടീമിനെ വിജയമുള്ളൂ, 2 പേർക്ക് വിജയമില്ല. ഇതാണ് തീരുമാനം ഓർപ്പിച്ചത്. ലോകത്തോട് നീ ജയിക്കാൻ പോവുകയാണെങ്കിൽ നീ ദൈവത്തിന് മുമ്പാകെ തോക്കും. ഇന്ന് പലപ്പോഴും ലൗകിക സുഖങ്ങളുടെയും ലൗകിക താല്പര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് തോറ്റു പോവുകയാണ്. പല ആളുകളുടെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ ശക്തി
കൃത്യമായി കടന്നു വരാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ലോകത്തോടുള്ള മൈത്രിയിൽ പെട്ടുപോയതാണ്. മറിച്ച് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാണെങ്കിൽ ഈ ലോകത്തോടുള്ള മൈത്രിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കണം. ഉറവയിൽ നിന്ന് വെള്ളം ഒഴുകി വരികയാണെന്ന് മനസ്സിൽ കണക്കാക്കുക. ഈ വെള്ളം സുഗമമായി ഒഴുകണമെങ്കിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ആ ഒഴുകി വരുന്ന ചാലിൽ കല്ലുകൾ കടന്നാൽ, ചപ്പിയവറുകൾ കടന്നാൽ, ചിറകെട്ടി വെച്ചാൽ വെള്ളം മുന്നോട്ട് ഒഴുകില്ല. ഇതുപോലെ തന്നെയാണ് ദൈവാത്മാവ് പ്രവർത്തിച്ചു വരുമ്പോൾ ആ പ്രവർത്തനത്തിന് ശക്തി ആർജിച്ച് വരണമെങ്കിൽ നമ്മൾ ഭൗതിക വസ്തുക്കൾ നമ്മൾ അമിതമായ ബന്ധത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കണം. പലരുടെ ജീവിതത്തിൽ ഭൗതിക വസ്തുക്കളുടെ അമിതമായ താല്പര്യം കാരണമാണ് ദൈവാത്മാവ് ശക്തമായി പ്രവർത്തിക്കാത്തത്. ദൈവവചന മേഖലയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അനവധി ആളുകളെ കാണാറ് കേൾക്കാറുണ്ട്. വളരെ സജീവമായ ആത്മീയ ശുശ്രൂഷയ്ക്ക് വന്ന ആളുകൾ, നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടുന്ന ആളുകൾ, ചിലപ്പോഴൊക്കെ കൗൺസിലിങ്ങിന് ശുശ്രൂഷയ്ക്ക് പോയ ആളുകൾ, വചന പ്രഘോഷത്തിന് പോയ ആളുകൾ പോലും കുറേ നാൾ കഴിയുമ്പോൾ വീണുപോയതും പരാജയപ്പെട്ടു പോയ ഉദാഹരണങ്ങൾ ഞാൻ കാണുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങളൊന്നും കിട്ടുന്നില്ല, കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ദൈവാത്മാവിനെ വെളിപ്പെടുത്തലില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടു പോയത്? അവർ പരാജയപ്പെട്ടു പോയത് അവരുടെ ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ കയറി വന്നപ്പോഴാണ്. അതാണ് വചനം പഠിപ്പിച്ചത്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അതായത് ദൈവകൃപ കിട്ടാതെ വരുന്ന തടസ്സമായി അത് മാറുകയാണ്. ഈ ലോകത്തിൻ്റെതായ വശ്യമായ മോഹങ്ങൾ, താല്പര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് ആത്മീയമേ വളരാൻ സാധിക്കില്ല. റോമാക്കാർക്ക് എഴുതി വെച്ച ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 13-ാം വചനമായി പൗലോസ് ഇങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ട്. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നാം കടപ്പെട്ടവരല്ല. ജഡിക പ്രവണത എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ സെക്സിൻ്റെ പാവം മാത്രമല്ല. ഈ ലോകത്തോടുള്ള മൈത്രിക്ക് പൗലോസ് നൽകുന്ന വാക്കാണ് ജഡികമായ പ്രവണത എന്നും. അതായത് ജഡിക പ്രവണതകൾക്കനുസരിച്ച് ഈ ലോകത്തിൻ്റെ ചുറ്റുവട്ടങ്ങളുടെ താല്പര്യങ്ങൾക്ക് ജീവിക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. റോമാലേഖനം 8:13. നിങ്ങൾ ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. അതായത് മരിക്കും എന്ന് പറയുന്നത് ഈ ശരീരത്തിലെ ക്ലിനിക്കൽ ഡെത്ത് മാത്രമല്ല, സമ്പത്ത് മരിക്കുന്നു മാത്രമല്ല, സമാധാനം മരിക്കുന്നു, സന്തോഷം മരിക്കുന്നു, ഉള്ളിലെ ദൈവാത്മാവ് മരിക്കുന്നു. പല ആളുകളുടെ ജീവിതത്തിലും ഈ ദൈവശക്തിയുടെ ഒരു സുഗന്ധം കെട്ടുപോകുന്നതിന് കാരണം അവരുടെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ ദുർഗന്ധങ്ങൾ വന്നു കയറിയതാണ്. ഉള്ളിൽ നല്ല സുഗന്ധമുള്ളപ്പോൾ നമ്മൾ ജനൽ തുറന്നാൽ പുറത്തെ മാലിന്യങ്ങളുടെ ദുർഗന്ധമെല്ലാം വന്നു കയറും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പുറമേയുള്ള ലൗകികമായ സുഖങ്ങളും താല്പര്യങ്ങളും ഉള്ളിൽ വരാതെ നമ്മളെ തന്നെ സൂക്ഷിച്ചാലേ ഒരാത്മീയമായ വളർച്ചയും സുഖം നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്ന ആളുകൾ പലതും അതിന് വളരാത്തതിൻ്റെ കാരണം ഈ ലൗകിക താല്പര്യങ്ങൾ അവരെ തോൽപ്പിക്കാൻ തുടങ്ങുന്നതുകൊണ്ടാണ്. ഈശോ പഠിപ്പിച്ച വിധക്കാരൻ്റെ കഥ ഓർത്തു നോക്കുകയും ആ വിധക്കാരൻ്റെ കഥയിലെ 3-ാമത്തെ വിത്തിൻ്റെ അവസ്ഥ എന്താണ്? 3-ാമത്തെ വിത്തിൻ്റെ അവസ്ഥ നല്ലതുപോലെ മുളച്ചു വന്നെങ്കിലും ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും അതിനെ ഞെരുക്കിക്കളഞ്ഞുവെന്ന് വചനം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു ജനലിൻ്റെ ചില്ലിൽ പേപ്പർ ഒട്ടിച്ച് വെച്ചിരുന്നാൽ, ഒരു ജനലിൻ്റെ മുമ്പിൽ കർട്ടനിട്ട് വെച്ചിരുന്നാൽ അകത്തുള്ള പ്രകാശം പുറത്തേക്ക് വരില്ല. അകത്ത് നല്ല പ്രകാശമാണെങ്കിലും പുറത്തേക്ക് ആ പ്രകാശം വരാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഉള്ളിൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ ഏറുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മീയത പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്, നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ചില കുട്ടികൾ കുർബാനയിൽ കൂടിക്കൊണ്ടിരുന്നവർ, മിഷൻ ലീഗിലൊക്കെ പങ്കെടുത്തിരുന്നവർ, അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിരുന്നവർ, അവരൊക്കെ പുറത്തൊക്കെ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ജീവിതത്തെ അങ്ങ് താളം തെറ്റിപ്പോകുന്ന ഞാൻ കാണാറുണ്ട്. ഈയിടെ വന്നൊരു പയ്യനെക്കുറിച്ച് ചിന്തിക്കും. ഒരു ഇടവകയിലെ നല്ല കുടുംബത്തിലെ നല്ല മോൻ,
+2 പഠിക്കുന്ന കാലഘട്ടം വരെ അവന് കുർബാന കൂടിക്കൊണ്ടിരുന്ന പയ്യൻ, പള്ളിയിലെ എല്ലാവർക്കും കൊച്ചന്മാർക്കൊക്കെ പ്രിയപ്പെട്ട പയ്യൻ. +2 കഴിഞ്ഞു ഒരുവിധം നല്ല മാർക്ക് കിട്ടിയപ്പോൾ അവനെ പഠിക്കാനായി കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് വിട്ടു. എഞ്ചിനീയർ പഠിക്കാൻ പോവുകയാണ് അവൻ. അവിടെ പോയി പഠിക്കാൻ ചെന്നു, കൂട്ടുകൂടുന്നു. അവന് പുതിയ ലോകത്തിലേക്ക് എത്തിയവരാണ് തോന്നുകയാണ്. വീടിൻ്റെ കുരിശ് വരെയും കൊന്തയും വീടിൻ്റെ പ്രാർത്ഥനകളും വീടിൻ്റെ ലാളിത്യ ജീവിതമൊക്കെ മാറി ഒരാർഭാട ലോകത്തിലേക്ക് അവൻ കുതിച്ചാടി. കൂട്ടുകാരെ കൂടിയപ്പോൾ അവൻ കുറേയും കൂടെ നല്ല കളറായ ഡ്രസ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ സാധാരണ ഡ്രസ്സ് പോലെ നല്ല ആർഭാട ഡ്രസ്സ് വേണം, ഷൂസ് വേണം. അവൻ കണ്ണാട മേടിച്ചു. കുറച്ച് കഴിയുമ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ബൈക്ക് വേണം. വീട്ടുകാർ ബൈക്ക് മേടിച്ചു കൊടുത്തു. ബൈക്ക് മേടിക്കേണ്ട കാര്യമില്ല, എങ്കിലും പലർക്കും ബൈക്കുണ്ട്. അപ്പോൾ സാധാരണ ബൈക്ക് വരിക നല്ല ഒന്നാന്തരം വിലപിടിപ്പുള്ള ബൈക്കും. ഈ ബൈക്കും കൂടെ ആയപ്പോൾ അവൻ്റെ ശൈലി മാറി. പെട്ടെന്ന് തന്നെ അവൻ ആ ഗ്രാമത്തിൻ്റെ ശൈലിയിൽ നിന്ന് മാറി. അവൻ്റെ മുടിയൊക്കെ പുതിയ ഫാഷൻ രീതിയിലായി. അവൻ്റെ തലമുടിയും അവൻ്റെ താടിയൊക്കെ ഇപ്പോഴത്തെ ശൈലിയിലായി മാറി. ഈ കാലഘട്ടത്തിലെ ഫ്രീക്കൻ എന്ന രീതിയിൽ ചെറുക്കനായി മാറുക. അതൊക്കെ അവന് സംഭവിച്ചെന്താ, അവൻ ഈ ബൈക്ക് കൊണ്ട് കറങ്ങി നടന്നും പുറത്തൊക്കെ പോയപ്പോൾ അവൻ കഴുത്തേ കിടന്ന് കൊന്ത ഉരി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അവന് ആർഭാടമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വ്യക്തിപരമായി ചൊല്ലിക്കൊണ്ട ജപമാല നിർത്തിവെച്ചു. പിന്നെ അവൻ കൂട്ടുകൂടി ആദ്യത്തിൽ ബീർ കഴിച്ചു. പിന്നെ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ. പതുക്കെ അവന് ബീർ കഴിച്ചു. പിന്നത്തെ പാർട്ടി വന്നപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് മദ്യം കഴിച്ചു. വേറെ ആരുടെ കല്യാണത്തിന് പോയപ്പോൾ കുറച്ച് അധികം കഴിച്ചു. വേറെ ഏതോ യാത്ര പോയപ്പോൾ പിക്നിക്ക് പോയപ്പോൾ കുടിച്ച് അവൻ ആദ്യം ഛർദ്ദിച്ചു. പതുക്കെ അവൻ്റെ ആത്മീയമായ പ്രാഭാവത്തിൽ നിന്ന് ജഡികമായ കാര്യങ്ങൾ അവനെല്ലാത്തിനും അങ്ങ് മുഴുകാണ്. ആ കാലത്ത് മൊബൈൽ ഫോണായി, ഫോൺ വിളികളായി, ഏത് പെൺകുട്ടികളുടെ അടുപ്പമായി, കൂട്ടുകെട്ടായി. കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ പഠനമേ മങ്ങാൻ തുടങ്ങി. ആദ്യമായി അവൻ്റെ മനസ്സ് ദൈവികത മങ്ങിയെങ്കിൽ പഠനമൊക്കെ മങ്ങി. ക്ലാസ്സിൽ പോകുന്ന നിർത്തി. കുറച്ച് കഴിയുമ്പോൾ അവന് തോന്നുകയാണ് ഈ ലോകത്തിൻ്റെ സുഖത്തെ മുഴുകി ജീവിക്കാം. ആര് പറഞ്ഞിട്ടും ശരിയാകുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെങ്ങനെയും അറിഞ്ഞിട്ട് ഉപദേശിച്ചു, മോനെ അങ്ങനെയൊന്നും അല്ല ചെയ്തു. പിന്നെ നിങ്ങൾക്ക് എന്തറിയാം ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണ്. അവൻ്റെ ശൈലിയിലൊക്കെ മുന്നോട്ട് പോകുന്നു. പതുക്കെ പരീക്ഷകൾ തോക്കാൻ തുടങ്ങി. അത് കഴിയുമ്പം അവൻ പിന്നെയും പാളിപ്പാളി പോവുകയാണ്. അവൻ സാധാരണ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നുകളിലേക്ക് പോകുന്നു. മയക്കുമരുന്നായി, ഹാൻസായി, കഞ്ചാവായി, പാൻപരാഗായി ദൈവികത ഉള്ളിൽ തീർന്ന് ഭൗതികയിലേക്ക് ചേരുമ്പോൾ അവൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസപ്പെടാൻ തുടങ്ങി. വീട്ടുകാർ പറഞ്ഞ് അനുസരിക്കാതെയായി, എതിര് പറയാൻ തുടങ്ങി, പള്ളിയിൽ പോകാതെയായി, മാത്രമല്ല ചീത്ത കൂട്ടുകെട്ടുകളായി. അത് മദ്യത്തിൻ്റെ മാത്രമല്ല സെക്സിൻ്റെയും പാളിച്ചകളായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇത്രയും നല്ല വിശുദ്ധനായി നിന്നൊരു പയ്യൻ അവൻ 1 വർഷം കൊണ്ട് ഒരു തെമ്മാടി പയ്യനായി മാറി. അവൻ്റെ ഉള്ളിൽ അവൻ അടിസ്ഥാനപരമായി നല്ലവനാണ്. ഒരു നല്ല കുടുംബത്തിലെ കൊച്ചാണ്. നല്ല പരിശീലനം വേദപാഠമൊക്കെ കിട്ടിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവനിങ്ങനെ പാളിപ്പോയത്? അവൻ്റെ സാഹചര്യങ്ങൾ. ഈ ദിവസങ്ങളിൽ അവൻ്റെ അപ്പനും അമ്മയും കൂടെ അവനെ എൻ്റെ അടുത്ത് ധ്യാനത്തിൽ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ അവനെ നോക്കിയിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്ന പയ്യൻ. ഈ അപ്പനും അമ്മയും വന്ന് ധ്യാനിച്ചും പ്രാർത്ഥിച്ചിട്ടുള്ള അപ്പനും അമ്മയും. പക്ഷേ ഇന്ന് അവർ കൊണ്ടുവരുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ അച്ഛാ കൊച്ചിനെ രക്ഷിക്കണം അച്ഛാ. ഞാൻ ചോദിച്ചു എവിടുന്നാണ് കിട്ടിയത്? അച്ഛാ ആശുപത്രി അഡ്മിറ്റായിരുന്നു എന്ന് കറിഞ്ഞിട്ടാണ് അച്ഛാ ഞങ്ങൾ പോയത്. ആശുപത്രി എങ്ങനെ അഡ്മിറ്റായി? ഒരു മാനസിക രോഗിയെപ്പോലെ. അതായത് കഞ്ചാവൊക്കെ അടിച്ച് കിറുങ്ങി വഴക്കുണ്ടാക്കി ബഹളം വെച്ച് ഒരു മാനസിക രോഗിയെപ്പോലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് കൂട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ട് അവരോട് ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വന്നേക്കുക. ഞാൻ അവനെ അടുത്ത് നിർത്തി സ്നേഹപൂർവ്വം ചോദിച്ചു, മോനെ നീ എന്തോ ഒരു നല്ല പയ്യനായിരുന്നു, എത്രയോ നല്ല പയ്യനായിരുന്നു, പക്ഷേ എന്തു പറ്റി? ഇതാ നീ ഒന്നുമല്ലാത്ത അവസരയിൽ പോയില്ലേ? പഴയ നിയമത്തിലെ വിലാപങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വചനങ്ങൾ ഞാൻ അവനെ വായിച്ചു കേൾപ്പിച്ചു. വിലാപങ്ങൾ 4-ാമത്തെ അധ്യായം 1 മുതൽ വചനങ്ങൾ. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമ്മൂലിലായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങളെ പോലെ തകർന്നതെങ്ങനെ? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, മോനെ സ്വർണ്ണമാ നീ.
എത്രയോ കട്ടിയുള്ള വിലപിടിപ്പുള്ള ശ്രേഷ്ഠമായ ലോഹമാണ് സ്വർണം. പക്ഷേ ഈ സ്വർണവും ചാണകക്കുഴി കിടന്നാൽ മങ്ങിപ്പോകും. ഈ സ്വർണവും കുറേ നാൾ മണ്ണിൽ കിടന്നാൽ നിറം മങ്ങിപ്പോകും. ഈ സ്വർണം ആസിഡിലിട്ടാൽ ഉരുകിപ്പോകും. നീ നല്ലതാണ്, നീ സ്വർണമാണ്, നീ തങ്കമാണ്. പക്ഷേ ഭൗതികതയുടെ ആസിഡിലും ചെളിയിലും മണ്ണിലും കിടന്നപ്പോൾ ഇതാ നിന്റെ മൂല്യം നീ പോയി കഴിക്കുന്നു. നിന്റെ മൂല്യം പോയി. ഇന്ന് നീ ഭൗതികതയിൽ പൊട്ടുപോയിക്കാം. നീ മരിച്ചു. എങ്ങനെയൊക്കെ മരിച്ചു? സ്വഭാവത്തിൽ മരിച്ചു, നല്ല പ്രവർത്തികൾ മരിച്ചു, നിന്റെ പഠനത്തിൽ മരിച്ചു, നിന്റെ കഴിവുകളിൽ മരിച്ചു. പഴയ പോലെ നിനക്ക് ഓർമ്മശക്തി പോലുമില്ല. പലതും മറന്നുപോയി, പലതും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും പരാജയപ്പെട്ടു പോയി. കാരണം ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുറേ ആൺകുട്ടികളൊക്കെ പെട്ടുപോകുന്ന മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും വലിയൊരു ലോകത്തെക്കുറിച്ചും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ ലഭ്യതയൊക്കെ കുറഞ്ഞപ്പോൾ, മദ്യപാനത്തിൻ്റെ ചാൻസുകളൊക്കെ കുറേ കുറഞ്ഞപ്പോൾ ഇന്ന് കൗമാരക്കാരും യുവജനങ്ങളുമായ മക്കൾ പലരും ലഹരി വസ്തുക്കളിലേക്ക് മറുവഴികൾ തേടിപ്പോവുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു പോകുന്ന പല ആൺകുട്ടികളും അറിയാതെയൊക്കെ കൂട്ടുകൂടി ഈ ലഹരി വസ്തുക്കൾ അകപ്പെട്ടു പോകാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഗൗരവമായി വർദ്ധിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്ന് നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള അവയുടെ ലഭ്യതയെക്കുറിച്ച് അധികാരികൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളിൻ്റെ അധികാരികളും മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ മോന് പെട്ടുപോയിട്ടുണ്ടോ? അവൻ്റെ ബാഗ് തപ്പണം, അവൻ്റെ മുറി പരിശോധിക്കണം, അവൻ്റെ ഹോസ്റ്റൽ പരിശോധിക്കണം, അവൻ്റെ ഡ്രസ്സുകൾ പരിശോധിക്കണം. കാരണം ഈ ഒരു ലഹരി വസ്തുക്കളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ ഭീകരമായ വിഷമമാണ് ലഹരി വസ്തുക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. മദ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ വിഷമമാണ്, എങ്കിലും സാധിച്ചേക്കും. ഈ ലഹരി വസ്തുക്കളിൽ പെട്ടുപോകുന്നവൻ്റെ ബുദ്ധിയും മനസ്സും ഒക്കെ നശിച്ച് അവൻ വല്ലാത്തൊരു മാനസിക അടിമത്തത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ പെടാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ അധികാരികൾ ഗൗരവമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിയുടെ ധാരാളിത്തത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞനിയന്മാരെ രക്ഷിക്കാൻ വളരെ ഗൗരവമായ ശ്രദ്ധ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭൗതികതയോടുള്ള ചാച്ചിൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദിവാസി ഗ്രാമങ്ങളിലെ അമ്മമാർ പണിയാനൊക്കെ പോകുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞ് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു നുള്ളു കറുപ്പ് അവിടെ നാവിൽ വെച്ച് കൊടുത്തിട്ട് പോകുമെന്ന് കേൾക്കാറുണ്ട്. ആ കറുപ്പ് നാവിൽ സ്പർശിച്ച് കഴിയുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിക്കോളും. വൈകുന്നേരം വരെ ഒരു മന്തിപ്പിൽ കിടന്നുറങ്ങും. പണി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അതായത് ആ ഒരു മന്തിപ്പിലൂടെ അവൻ്റെ മുഴുവൻ എനർജിയും സർഗാത്മകതയും കുതിച്ചുചാടാനുള്ള താല്പര്യങ്ങളൊക്കെ മങ്ങിപ്പോവുക. പ്രിയപ്പെട്ടൊരു അർത്ഥം ഇതേ ഉള്ളൂ. നിങ്ങളും ഞാനും ചിന്തിക്കണം. ഈ ലഹരി വസ്തുക്കളിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് വളർച്ചയാണ് മുരടിച്ചു പോകുന്നത്. വളർച്ച മുരടിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയാണ് നശിച്ചു പോകുന്നത്. ദൈവികത എപ്പോഴും വളർച്ചയുടെ സ്വരവും കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഓർത്തു വെക്കും, ഈ കാലഘട്ടത്തിൽ ഭൗതിക സുഖങ്ങളോടുള്ള, പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളോടുള്ള, പ്രത്യേകിച്ച് മയക്കുമരുന്നുകളോടുള്ള അഭിനിവേശം ഈ ലോകത്തോടുള്ള മൈത്രിയാണ്. ആ മൈത്രി നിന്നെ തന്നെ പരാജയപ്പെടുത്തുക. ലോകത്തിൻ്റെ മിത്രമാകാൻ പരിശ്രമിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപകൾ കിട്ടാതെ അവൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയും. അതുകൊണ്ട് ആത്മീയ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഓർത്തു വെക്കണം, ഈ ലോകത്തോടുള്ള അമിതമായ മൈത്രി ചിലപ്പോഴൊക്കെ നിൻ്റെ ശുശ്രൂഷയെ തളർത്ത് കളയും. എനിക്കറിയാം, നല്ലൊരു വചന പ്രഘോഷണ വ്യക്തിയെ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം ഒരു കാലത്ത് എൻ്റെ കൂടെ തന്നെ വചനം പ്രസംഗിച്ചുള്ള വ്യക്തിയാണ്. നന്നായി ജവമാലയിലും മുട്ടുകൊത്തി തന്നെയെന്നും മുഴുവൻ കൊന്ത എല്ലിതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. വചനം വ്യാഖ്യാനിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും വ്യാഖ്യാന മേഖലയിലൊക്കെ നല്ല ഭംഗിയായി ചെയ്യാൻ തുടങ്ങിയപ്പോഴും തനിച്ചൊക്കെ വിളിക്കാൻ തുടങ്ങി. ശുശ്രൂഷകളൊക്കെ തനിച്ച് കിട്ടാൻ തുടങ്ങി. അച്ഛൻ്റെ കീഴിൽ നിന്ന് അയാൾ പതുക്കെ സ്വതന്ത്രനായി. അയാൾ ഇങ്ങനെ വളർന്നു വരിക. അപ്പോൾ സംഭവിച്ചെന്താ, അയാൾ കുറേ കൂടെ പേരായി, അയാൾ കുറച്ചും കൂടെയൊക്കെ പ്രശസ്തിയായി, അയാൾ കുറച്ചും കൂടെയൊക്കെ പണം കൈവരാൻ തുടങ്ങി. എന്തോ ആയെന്ന് ചിന്ത വന്നു. ഭൗതികതയിൽ അങ്ങ് കയറി വന്നപ്പോഴെന്താ,
പതുക്കെ അയാൾ ആദ്യം അച്ഛനിൽ നിന്ന് വിട്ടുമാറി, പിന്നെ സഭയിൽ നിന്ന് വിട്ടുമാറി, തെറ്റായ സമൂഹങ്ങളിൽ പോയി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ന് അയാളുടെ ശുശ്രൂഷയ്ക്ക് ആളില്ല, ആരുമില്ല. കാരണം അയാൾ പൊട്ടിപ്പോയി. ഒരു ബലൂൺ വീർപ്പിച്ച് വരുമ്പോൾ ബലൂൺ പൊട്ടുന്നത് പോലെ ഇന്ന് അയാളുടെ ശുശ്രൂഷയിൽ ആളില്ല. അയാൾക്ക് ശുശ്രൂഷയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ ഉള്ളിൽ ലോകം കയറി വന്നു, ലോകത്തിൻ്റെ മോഹങ്ങൾ കയറി വന്നു. പണത്തോടുള്ള അമിതമായ ആഗ്രഹം വന്നപ്പോൾ, പണത്തിനോടുള്ള അമിതമായ പ്രവണതകൾ വന്നപ്പോൾ അയാൾക്ക് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ സാധിച്ചില്ല. ചില വലിയ ശുശ്രൂഷകർക്കൊക്കെ ചിലപ്പോൾ അഹങ്കാരമാണ് കയറി വരുന്നത്. എന്തോ ആണെന്നൊരു ചിന്ത എന്ന് കയറി വന്നു. അഹങ്കാരത്തിന് കാർമേഹങ്ങൾ വന്നു കയറിയപ്പോൾ ദൈവാത്മാ പ്രവർത്തിക്കാതെ ആയിപ്പോയി. ചില ആളുകൾക്ക് ചിലപ്പോൾ ജഡിക സുഖങ്ങളുടെയും ലൈംഗിക സുഖങ്ങളുടെയും ഒക്കെ ഒരു വലിയ ആഗ്രഹങ്ങൾ വന്നുപോയി. അതിൽ പരാജയപ്പെട്ടു പോകാം. ചില നല്ല ആത്മായ സഹോദരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ എത്രയോ കൃപയോടെ വചനപ്രഘോഷണ മേഖലയിൽ മാത്രമല്ല ദൈവ ശുശ്രൂഷയിലേക്ക് ആവരിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജഡികമായ സുഖത്തിൻ്റെ, ഒരു സെക്സിൻ്റെ സുഖത്തിൻ്റെ, ഒരു ഭൗതികമായ താല്പര്യത്തിൻ്റെ ഒരു പ്രലോഭനം കയറി വരും. ചിലപ്പോൾ കൗൺസിലിംഗ് കണ്ടു പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം, എവിടെ വെച്ച് പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയുള്ള തെറ്റായ ബന്ധം വളർന്ന് വരുമ്പോൾ അവരുടെ ഉള്ളിലെ ദൈവാത്മാവ് കെട്ടുപോകും. അതായത് ഒരു നിലവിളക്കിൽ കിടക്കുന്ന എണ്ണ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ തിരുനാളം കെട്ടുപോകും. ഇതുപോലെ ദൈവികമായ ഒരു എണ്ണ ഉള്ളിൽ കിടക്കുന്നതൊക്കെ ചോർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ദീപശിഖകളൊക്കെ അണഞ്ഞു പോകും. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നതാണ്. പലരുടെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പലരുടെ ഉള്ളിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, ശുശ്രൂഷയ്ക്ക് കരുത്തില്ല, ശുശ്രൂഷകളുടെ അഭിഷേകം സംഭവിക്കുന്നില്ല. കാരണം നിന്റെ ഉള്ളിലെ അഗ്നിനാളങ്ങൾ കാളിക്കെത്താൻ പറ്റാത്ത രീതിയിൽ എണ്ണ ചോർന്നുപോയി. എണ്ണയില്ലാത്ത വിളക്ക് കൊണ്ട് മണവാളിനെ കാത്തിരിക്കുന്നവർക്ക് മണവറയെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ ഈശോ പഠിപ്പിച്ച കഥയും കൊണ്ട് ഓർത്ത് വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ ആത്മീയതയുടെ എണ്ണ ഇറക്കേണ്ട കാലഘട്ടമാണിത്. ദൈവ ആശ്രയബോധത്തിൻ്റെയും ദൈവബന്ധത്തിൻ്റെയും എണ്ണ നിറയ്ക്കണം. അതാണ് വചനം വീണ്ടും യാക്കോബിനെ ഓർപ്പിച്ചു വെച്ചത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്നോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ. നിൻ്റെ ഉള്ളിൽ ദൈവികത ആളിക്കത്തട്ടെ, ആത്മീയത ആളിക്കത്തട്ടെ. ഭൗതികമായ സുഖങ്ങളുടെയും ഭൗതികമായ താല്പര്യങ്ങളുടെയും ജഡിക മോഹങ്ങളുടെ പിന്നാലെ പോയി നിൻ്റെ ഉള്ളിലെ ആത്മീയത നശിപ്പിക്കരുത്. അതുകൊണ്ട് ഈ ദിവസം ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തിയോടും ഞാൻ ആവശ്യപ്പെടുകയാണ്, മോനെ മോളെ, നീ സ്വയം ആത്മശോധന ചെയ്തു നോക്കണം. നിൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന ഈ ദീപശിഖയുടെ വെളിച്ചം പുറത്ത് വരാത്ത രീതിയിൽ നിൻ്റെ ജനലിൻ്റെ പാളുകളിൽ ഒരുപാട് കരിയും പുകയും പിടിച്ചിരിക്കുകയാണ്. ഭൗതിക സുഖത്തിൻ്റെയും ഭൗതിക ലാഭത്തിൻ്റെതുമായ കരിയും പുകയും പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് തുടച്ചു മാറണം. അതാണ് വചനം പഠിപ്പിച്ചത്. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ഇന്ന് കർത്താവ് നിൻ്റെ ഉള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്നെ തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത്. ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നീ നിന്നെ തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത്. വേറെ ആർക്ക് വേണ്ടിയല്ല വചനം നിന്നോട് പങ്കുവയ്ക്കുന്നത്. നിൻ്റെ ഉള്ളിലുള്ള ഭൗതികമായ സുഖങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ എല്ലാ തെളികളിൽ നിന്നും നീ വിടുതൽ പ്രാപിക്കണം. ബോധപൂർവ്വം പരിശ്രമിച്ച നീ രക്ഷ പ്രാപിക്കും. അതിനു വേണ്ടിയുള്ള വലിയ അഭിഷേകമാണ് സംഭവിക്കേണ്ടത്. പരിശുദ്ധാത്മാ നിറയുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ ഉണർവ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഈ ഭൗതിക വസ്തുക്കളുടെ താല്പര്യത്തിന് വിടുതൽ പ്രാപിക്കാനാണ്. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നെ ആത്മാവിൽ തീരുമാനം ചെയ്തു, പിന്നിലേക്കില്ല. ആ പഴയ പാട്ടോർത്ത് വെക്കാം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ വിട്ട് ഞാൻ പോകണം. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കുള്ളിൽ ഞാൻ നിൽക്കരുത്. ബോധപൂർവം ആത്മീയ ശുശ്രൂഷയോടും ആത്മീയ കാര്യങ്ങളോട് താല്പര്യം വളർത്തിയെടുത്താൽ മാത്രമേ ഭൗതികതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതലായി ആത്മീയ ശുശ്രൂഷ വ്യാപരിക്കാനും ആത്മീയ അഗ്നി കൊണ്ട് നിറയുവാനും നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം. അതുകൊണ്ട് ഈ വചനം വീണ്ടും പ്രാർത്ഥിക്കണം. ലോകത്തോടുള്ള മിത്രമാകുന്ന അവസ്ഥ ദൈവത്തോടുള്ള ശത്രുവാണ്. ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. നിങ്ങളുടെ നാശം ആത്മീയ നാശം മാത്രമല്ല, ഭൗതികമായ നാശത്തിന് കാരണമായി തരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവികമായ തീഷ്ണതയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഈ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങളെ ഒരിക്കൽ കൂടി ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ കരിയും പുകയുമൊക്കെ അകറ്റാവുന്ന പ്രകാശമായി ഞങ്ങളെ കത്തി നിൽക്കണമേ. പരിശുദ്ധാത്മാവെ,
ഈ ലോകത്തോടുള്ള മൈത്രിക്ക് പോകാതെ അങ്ങ് ഞങ്ങളിൽ പ്രകാശവും ശക്തിയുമായി നിറയണമേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എൻ്റെ മനസ്സ് ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രലോഭനങ്ങൾ ലോകത്തോട് സമരസപ്പെടാനാണെങ്കിൽ ദൈവാത്മാവെ അങ്ങ് എന്നെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തോടുള്ള ശത്രുത വന്യർ വളർത്തിയെടുക്കണമേ. ഈ ലോകം നൽകുന്ന സുഖങ്ങളും ലാഭങ്ങളും പ്രധാനപ്പെട്ടത് തിരിച്ചറിയുന്ന എൻ്റെ മനോഭാവത്തെ അങ്ങ് മാറ്റിത്തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. ശ്വാസപ്പൂമഴ